നമ്മുടെ ടി.പി. സെൻകുമാർ സ്വാമി തിരുവടികൾ അദ്ദേഹം പോഡ്കാസ്റ്റ് പോലെ എല്ലാ ദിവസവും പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. ലോകത്തെങ്ങും കേട്ടിട്ടില്ലാത്തതുപോലെ ശ്രീനാരായണ ഗുരുദേവനെയൊക്കെ അദ്ദേഹം വ്യാഖ്യാനിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. സാക്ഷാൽ ഗുരുദേവനെങ്ങാനും ഈ ആത്മാവറിഞ്ഞ് ഉടലോടെ വരാൻ പറ്റുമായിരുന്നെങ്കിൽ വന്ന് കുഴവിക്കിടിച്ച് പുള്ളിയെ റെഡിയാക്കിയേനെ. അത്ര മനോഹരമായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവനെ പോലെ ഋഷിതുല്യനായ, ഒരുപക്ഷെ ലോകത്ത് മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഗുരുവായി മാറുമായിരുന്ന അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഇദ്ദേഹം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്. ഈ വർഗീയതയും വിദ്വേഷവും വെറുപ്പും എല്ലാം പുള്ളിയുടെ മനസ്സിലുള്ളതെല്ലാം ഗുരുദേവൻ്റെ ചിന്തകളിലേക്ക്, ആ ശരീരത്തേക്ക് പുരട്ടി കൊടുക്കാൻ വേണ്ടി ഉള്ള ശ്രമമാണ് പുള്ളി നടത്തുന്നത്. ഏതായാലും അങ്ങനത്തെ വ്യാഖ്യാനമെല്ലാം കഴിഞ്ഞ് സാധാരണ ഈ ഉദ്യോഗസ്ഥരൊക്കെ റിട്ടയർ ആയാൽ പിന്നെ സർവീസ് ഡയറിയൊക്കെയാണ് പറയാറുള്ളത്. അദ്ദേഹം അത് കഴിഞ്ഞ് ഈ ജാതി എന്ന് പറയുന്നത് ഇല്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി, ഹിന്ദുമതത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നത് ഇസ്ലാം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലുമൊക്കെ അങ്ങനെ ജാതികളുണ്ട് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അദ്ദേഹം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ടി.പി. സെൻകുമാർ മൗലാന എന്ന് തോന്നിക്കത്തക്ക വിധം അൽ മൗലാനായുൽ അയൂബുൽ കുത്തുബി എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഇസ്ലാം മതത്തെക്കുറിച്ചും പുള്ളി വ്യാഖ്യാനിച്ചു. അത് കേട്ട് പൊട്ടിക്കരഞ്ഞുപോയി എൻ്റെ ബാല്യം. അതുകൊണ്ടാണ് നിങ്ങളോടും പറഞ്ഞ് നിങ്ങളെയും കരയിക്കണമെന്ന് തീരുമാനിച്ചത്. ദേ കേൾക്കൂ. ജാതി എന്ന് പറഞ്ഞാൽ ജനിച്ച ജാതികൾ ശരിക്കും ഹൈന്ദവ മതത്തിലുള്ളതാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇസ്ലാമിലും ക്രിസ്ത്യാനികളിലും നിരവധി സെക്റ്റുകളുണ്ട്. നൂറുകണക്കിന് സെക്റ്റുകളുണ്ട് ഇസ്ലാമിലും. സെക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തോ മനസ്സിലാക്കും, സെക്റ്റുകൾ എന്ന് മനസ്സിലാക്കണം. സെക്റ്റുകൾ എന്താണെന്ന് ചോദിക്കരുത്. അങ്ങനെ സെക്റ്റുകളുണ്ട് എന്ന് പറഞ്ഞാൽ SET സെറ്റാണോ, SECT ORUDUWXYZ സെറ്റാണോ, അതോ ഇനി ശശി തരൂരിനെ തോപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ ഒന്നും അറിഞ്ഞുകൂടാ. സ്വറ്റുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. കേൾക്കാം. ക്രിസ്ത്യാനികളിലും ഇപ്പോൾ ഇസ്ലാമിൽ തന്നെ ഉള്ളത് നോക്കിയാൽ കേരളത്തിൽ തന്നെ നോക്കുക, തങ്ങൾ, ഷെയ്ക്ക്, ജ്യൂസ്, ഫ്രഷ് ജ്യൂസ്, പിന്നെ അതുകൂടാതെ മിക്സ്ഡ് ജ്യൂസ്, പിന്നെ ഫലൂഡ. ഇസ്ലാമിലെ വിവിധ ജാതികളാണ് പുള്ളി പറയുന്നത്. തങ്ങൾ, ഷേക്ക് എന്ന് പറഞ്ഞാൽ ടിങ് 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 ടിങ്, കുലുക്കി സർബത്ത്, അങ്ങനെയുണ്ട് സാറേ. മൗലാന കുലുക്കി സർബത്ത്. ഇനി ബാക്കി കേട്ടോ. ഓസാൻ, ഊസാൻ, കൂസാൻ, മൂസാൻ, പൂസാൻ, സൂസൻ, സസൂസ, സുസുക്കി, അങ്ങനെയുണ്ട്. സൂസാൻ കൂടാതെ പൂടേൻ, രോമൻ, കഷണ്ടിയോൻ, കട്ടിമീശയോൻ, മീശയില്ലാത്തോൻ, രോമാവൃതൻ, ഭാഗിക രോമാവൃതൻ, രോമശൂന്യൻ. ഇങ്ങനെ വിവിധ ജാതികളുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. ബാക്കിയുടെ കേട്ടോ. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളിലും നിരവധി വിഭാഗങ്ങളിലുണ്ട്. പരസ്പരം പള്ളിയിൽ കയറാത്തവരും മോസ്കിൽ കയറാത്തവരുമായിട്ടുള്ള വിഭാഗങ്ങൾ പോലുമുണ്ട് ഈ ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങളിൽ പോലും. അപ്പോഴാണ് ചിലർ തങ്ങൾ ജനിച്ച ജാതിയെ സംബന്ധിച്ച് ഉള്ള വിഷമങ്ങൾ പറഞ്ഞ് നടക്കുന്നത്. എന്ത് സംസാരിച്ചാലും ജാതിയാണ് പ്രശ്നം. അതൊക്കെ മാറിയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ മാറിയിട്ട് എന്നിട്ട് പുള്ളി പറയുക ഇപ്പോഴും നിലനിൽക്കുന്നില്ല, ഇപ്പോഴത് നിലനിൽക്കുന്നില്ലെന്ന് പറയാൻ പോയിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ആത്മാവ് അത് സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് പറയുന്നത് ഇപ്പോഴും നിലനിൽക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന്റെ തീവ്രതയെല്ലാം വളരെയധികം മാറി അത് തികച്ചും പ്രസക്തമല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറി ഏകദേശം എത്തിയിട്ടുണ്ട് എന്ന് പറയാം. അതാ, ഏകദേശം അവിടം വരെ എത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ തീവ്രതയൊക്കെ കുറഞ്ഞ് അതിൻ്റെ മൂർച്ചയൊക്കെ മാറി അതിൻ്റെ തീർച്ചയൊക്കെ തീർന്ന് അങ്ങനെ വളരെ ഒരു കുറഞ്ഞ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഇദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇതിന് വേറൊരു സനാതനി നൽകിയ വ്യാഖ്യാനമാണ് നല്ല വ്യാഖ്യാനം. ഇവർ തമ്മിലാവുമ്പോൾ ചേരും. കാരണം രണ്ടും ബുദ്ധിപരമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ സനാതനി ആര്? നമ്മുടെ ടി.പി. സെൻകുമാർ സനാതനി കുറച്ച് ആ ചവിട്ടുപടിയിൽ ഇച്ചിരി താഴ്ന്ന ആളാണ്. അതുകൊണ്ടാണ് പുള്ളി അത് ഇപ്പോഴും ഏറെക്കുറെ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ല എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി സമൂഹത്തിലൊക്കെ ഉണ്ട്. ഷേഖ്, തങ്ങൾ, ഊസാൻ
ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നാൽ ഈ സനാതനിയുടെ ഒരു വ്യാഖ്യാനം കേട്ടോളൂ. മുമ്പൊരാളൊരു കുത്തിത്തിരിപ്പ്. ആ, ഇതൊരു കുത്തിത്തിരിപ്പാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ശില്പി, ആ, അയാൾ ഒരു സമുദായത്തിൽപ്പെട്ട ആളാണ്. ആ, ഇപ്പുറം ശില്പം. ആ, എന്നിട്ട് അതിന്റെ അടിയിൽ താഴെ ഒരു ഡയലോഗ്, നമ്മൾ ശില്പിയിലെടുത്ത ഡയലോഗാണ്. ആ, കൊത്തുമ്പോൾ നീ ശില്പവും ഞാൻ ശില്പിയുമായിരുന്നു, ആ, കൊത്തിക്കഴിഞ്ഞപ്പോൾ നീ ദൈവവും ഞാൻ അയിത്തക്കാരനുമായിരുന്നു. ഇത് സാധാരണ പറയുന്ന ഒരു സംഗതിയാണ്. ഈ ജാതീയതയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഈ കല്ലുകൊത്തു പണിയൊക്കെ ചെയ്യുന്നത് ഈ ശ്രേണിയിൽ താഴ്ന്നവരാണ്. അവർ ഈ കല്ലൊക്കെ കൊത്തുമ്പോൾ ഈ ഉണ്ടാക്കുന്ന ശില്പത്തിൽ, ഈ വിഗ്രഹത്തിൽ അവരേറ്റവും വാത്സല്യത്തോടെയും വളരെ ഇഷ്ടത്തോടെയും വളരെ ദൈവിക ഭാവനയോടെയൊക്കെയാണ് ഈ കൊത്തുന്നത്. ആ ദിവസങ്ങളിൽ ചിലർ ഇറച്ചി കഴിക്കില്ല, മറ്റൊരു കാര്യങ്ങളും ചെയ്യില്ല, വളരെ പ്രാർത്ഥനാപൂർവ്വമാണ് നിർവഹിക്കുന്നത്. പക്ഷേ ഇത് കുത്തി സംഗതി നമ്പൂരിയുടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് തൊടാനൊക്കില്ല. അപ്പോൾ ആ സംഗതിയാണ് ആരൊക്കെയോ എഴുതി എന്ന് പറയുന്നത്. ഏതായാലും അത് ഉസ്താദന്മാരും മുസ്ലിയാക്കന്മാരും ഒന്നുമല്ല എഴുതിയത്. ആ സമുദായത്തിലെ തന്നെ നവോത്ഥാന നായകരായ പല മനുഷ്യരുമാണ് ഈ ജാതീയതയെക്കുറിച്ച് പറഞ്ഞത്. അതിനുള്ള ആ വ്യാഖ്യാനമാണ് കേൾക്കേണ്ടത്. ഉപമാ കാളിദാസസ്യ എന്ന് നമ്മൾ പറയുന്നത് പോലെ അത് നമ്മളിനി മാറ്റി പറയേണ്ടി വരും. ഉപമാ സനാതനസ്യ. ഈ സനാതന ചെറുപ്പക്കാരൻ്റെ ഉപമയാണ് ഉപമ. ആ ഉപമ കേട്ടോ, ഉപ്പുമാവ് പോലത്തെ ഉപമയാണ്. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇതെന്ന് വർണ്ണ്യത്തിൽ ആശങ്ക ഉൽപ്രേക്ഷാഖ്യാലങ്കൃതി എന്ന് പറയുന്നത് പോലെ ഒരു ഉൽപ്രേക്ഷ കുമാരനാണ് ഈ ബാക്കി ഉദാഹരണം പറയുന്നത്. പിടിച്ചിരുന്ന് കേട്ടോളൂ. ടി പി സെൻകുമാറും കേൾക്കണേ. ആർക്കിട്ടുള്ള പണിയാ? ഇതൊക്കെ ഹിന്ദുവിനുള്ള പണിയാണ്. ഹിന്ദുക്കൾ മനസ്സിലാക്കണം പണി എങ്ങനെയാണ് വരിക. നോക്കൂ, നമ്മുടെ വീടുണ്ടാക്കിയത് ബംഗാളിയാണ്. ബംഗാളി വരില്ലേ വീടുണ്ടാക്കാൻ? അവനായിരുന്നു സിമന്റ് പണിയെടുത്തത്, അവനായിരുന്നു മരപ്പണിയൊക്കെ എടുത്തത്. പക്ഷെ വീടിന്റെ ഗൃഹപ്രവേശ കർമ്മം കഴിഞ്ഞ്, പാല് കാച്ചൽ ചടങ്ങ് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ഉള്ളിലേക്ക് കയറി താമസം തുടങ്ങിയാൽ ഈ ബംഗാളിയെ ബെഡ്റൂം കയറ്റുമോ? കേട്ടോ? ഇല്ല. അവന് മൂത്രം ഒഴിക്കണമെങ്കിൽ വീട്ടിലെ ബെഡ്റൂമിലെ വാഷ്റൂമാണ് കൊടുക്കുക? ഇല്ല. അല്ല, ഉണ്ടാക്കിയവനല്ലേ. നോക്കൂ, ഒരു ചെറിയ കാര്യത്തിൽ പോലും കൊത്തിക്കഴിഞ്ഞ ശില്പത്തെ വിഗ്രഹമാക്കി മാറ്റുന്നു ഹിന്ദുക്കൾ. ഹിന്ദുക്കൾ കല്ലിനെ ആരാധിക്കുന്നവരാ. എന്ത് നല്ല ഉദാഹരണമാണ്. ഉപ്പാന്ന് വിളിക്കേണ്ടതിന് പകരം ഉപ്പുമാവെന്ന് പറയുന്നത് പോലെ സാൾട്ട് മാങ്കോട്ടറി. എന്തോ ഈ സനാതനി പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലെന്നും അങ്ങനെ ജാതീയതയില്ലെന്നും അങ്ങനെ ആർക്കും പ്രവേശിക്കാമെന്നും അത് ബോധപൂർവം പറഞ്ഞതാണെന്നും ഇപ്പോൾ അത് ഏകദേശം കുറഞ്ഞ് തീരെ ഇല്ലാതായിട്ടില്ലെങ്കിലും ഉണ്ടായിട്ടുള്ളവണ്ണം ഇല്ലാതായിട്ടില്ലെങ്കിലും അതിൻ്റെ ചില പ്രത്യേകതകളെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സെൻകുമാർ സ്വാമി തിരുവടികൾ പറയുന്നത് പോലെങ്കിലും ഈ സനാതനി പറയണ്ടേ? അതിന് പകരം പറഞ്ഞെന്തുവാ, നമ്മൾ ബംഗാളികളെ കൊണ്ടും അതുപോലുള്ള ആളുകളെ കൊണ്ട് നമ്മൾ വീട് പണിയിക്കുമ്പോൾ, ആര് വീട് പണിയിക്കുമ്പോൾ, കാശ് കൊടുത്ത് ഒരുടമ പണിയിക്കുമ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥനല്ലേ അവകാശം. അതുപോലെ ആണ് ഇതിൻ്റെ കാര്യം എന്നാണ് പറയുന്നത്. പാവാട ഉടുക്കേണ്ടതിന് പകരം വള്ളി കെട്ടിയിട്ട് പാവാടയാണെന്ന് പറയുന്ന പോലെ എന്തൊരു ഉപമയാണെന്ന് നോക്കിയേ. ഓ, അത് തമ്മിൽ എന്തൊരു ബന്ധം. ചേമ്പലയും വെള്ളവും പോലെ കിടക്കുന്നു. പിന്നെ വെള്ളവും മുതിരയും പോലെ അങ്ങോട്ട് ലയിച്ച് ചേർന്ന് അലിഞ്ഞുള്ളൊരു ഉപമ. എടാ, ഒരാൾ അവൻ്റെ കാശ് കൊടുത്ത് അവൻ ചെയ്യുന്ന സാധനം, അവൻ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവന് ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ അവൻ പണിഞ്ഞു കൊടുത്തിട്ട് പോകുന്ന സാധനത്തിന് അവനെന്താ അവകാശം? ദൈവം അങ്ങനെ ആരുടെ ഉടമസ്ഥാവകാശത്തിലുള്ളതാ? ദൈവം ആരുടെ ഉടമസ്ഥാവകാശത്തിലുള്ളതാ? പ്രത്യേക ജാതിക്കാരൻ്റെ ഉടമസ്ഥയിലുള്ളതാണോ ദൈവം? ദൈവം എല്ലാവർക്കും ഉള്ളതാ. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. എല്ലാത്തിലും ഉണ്ട് ദൈവം. ആ ദൈവത്തിന് ജാതി തിരിച്ച് വേർതിരിക്കുന്നതിനെതിരെയാണ് ശ്രീനാരായണ ഗുരുദേവൻ സംസാരിച്ചത്. ആ ഗുരുദേവൻ്റെ പക്ഷം പിടിച്ചിരുന്ന മറ്റേ പുള്ളി ഇല്ല കഥ പറഞ്ഞത്. സനാതനി അത് അംഗീകരിക്കുന്നില്ല. സനാതനി പറയുന്നത് അത് ബംഗാളി വീട് പണിയുന്ന പോലെയാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ ബംഗാളിയാണ് സെൻകുമാർ സാറ്. അവരുടെ കണ്ണിലെ ബംഗാളിയാണ് പുള്ളി. ഇമ്പോറ്റിയ എന്ന് പറയുന്നെങ്കിൽ അവർ ഇമ്പോറ്റിയായിട്ട് അംഗീകരിക്കുന്നില്ല, ബംഗാളിയായിട്ട് അംഗീകരിക്കുന്നത്. അതിന് ഇത്രയും വലിയ വീട് പണിഞ്ഞ ഉദാഹരണം പറയേണ്ട കാര്യമുണ്ടോ? പുള്ളി ഇട്ടേക്കുന്ന ഉടുപ്പിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ പോരെ? തുണിയെടുത്ത് വാങ്ങിച്ച് തയ്യക്കടയിൽ കൊണ്ട് കൊടുക്കുന്നത് തയ്ക്കുന്ന നേരത്തെല്ലാം തയ്യക്കടക്കാരൻ്റെ സ്വന്തമാണ്. അയാൾ ചിലപ്പം ഇങ്ങനെ വെക്കും, കയ്യിൽ വെക്കും, അതുപോലെ ചിലപ്പോൾ ദേഹത്ത് തൂക്കും നമ്മൾ കാണാതെ, ചിലപ്പം വിയർക്കുമ്പോൾ തോളി തൂത്തന്നിരിക്കും. അതൊക്കെ അയാളുടെ ഇഷ്ടമാണ്. നമ്മളില്ലല്ലോ അവിടെ എന്ന് വിചാരിച്ച് അയാൾ ഇനി തന്നു കഴിഞ്ഞ് പിന്നെ അയാൾ ഇടുന്നില്ലല്ലോ.
ഇതാണോ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ പറയേണ്ടത്? ഹിന്ദുമതത്തെക്കുറിച്ച് പോലും നല്ലപോലെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഉള്ള വിവരം ഇവർക്കില്ല. ഇവർക്കൊക്കെ ആകെ വിദ്വേഷവും വെറുപ്പും പറയാനേ അറിയാവൂ. സെൻകുമാർ തിരുവടികൾക്ക് ഇസ്ലാം മതത്തിൽ ഈ ജാതിയില്ല, ഉപജാതിയില്ല, പിന്നെ മനുഷ്യനിർമ്മിതമായ സംഘടനകളും അത്തരം കാര്യങ്ങളേ ഉള്ളൂ എന്ന് പറയുന്നതും, ചാതുർവർണ്ണ്യം മായാസൃഷ്ടം, ദൈവം സൃഷ്ടിച്ചതാണ് ചാതുർവർണ്ണ്യമെന്നും, തലയിൽ നിന്നൊരാളുണ്ടായെന്നും, നെഞ്ചിൽ നിന്നൊരാളുണ്ടായെന്നും, തുടയിൽ നിന്നുണ്ടായെന്നും, ബാക്കിയുള്ളവരെല്ലാം കാലിൽ നിന്നാണ് ഉണ്ടായതെന്നും പറഞ്ഞ് അത് വേദങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ജാതീയത ഇതും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? കുറഞ്ഞ പക്ഷേ ഈ സനാതനി പറഞ്ഞ ഉദാഹരണമെങ്കിലും ഒന്ന് കേൾക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സനാതനി വേറൊരു സനാതനിയുമായി നടത്തിയ ആ ചർച്ച വളരെ അർത്ഥപൂർണ്ണമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പങ്കുവച്ചത്. ഇവരെല്ലാം അങ്ങ് പരിശ്രമിക്കുക, യഥാർത്ഥ പ്രശ്നത്തെ ഇവർ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഹിന്ദുമതത്തിന് ക്വാളിറ്റി ഉണ്ട്, എന്താ? സഹിഷ്ണുതയുണ്ട്, വിശാലഭാവമുണ്ട്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നൊരു മാനമുണ്ട്. നീ സ്വർഗത്തിൽ നീ നരകത്തിലെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ വേർതിരിക്കുന്നില്ല. സ്വാതന്ത്ര്യമുണ്ട്, മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഒരു ദൈവമെന്ന് പറയുന്ന ഒരു പൊതുസങ്കല്പത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളിൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും അവർക്ക് ആചരിക്കാം, അനുഷ്ഠിക്കാം, അതിനോട് പ്രാർത്ഥിക്കാം, വീട്ടിൽ സ്ഥാപിക്കാം, മുറിയിൽ വെക്കാം, ജോലി സ്ഥലത്ത് വെക്കാം. എൻ്റെ സഹപ്രവർത്തകർ പലരും ടേബിളിനകത്ത് ഇങ്ങനെ ദൈവത്തിൻ്റെ ചിത്രം വെച്ചിട്ട് രാവിലെ ഇത് തുടങ്ങുമ്പോൾ ഇങ്ങനെ തൊട്ട് തൊഴുത് അതിൽ തൊഴുതിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങുന്നവരുണ്ട്. അവരുടെ വിശ്വാസത്തിന് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിന് പകരം ഈ ഉദാഹരണവും കൊണ്ട് പുള്ളി ഇറങ്ങിയേക്കുക, മറ്റേ പുള്ളി മറ്റേ വിദ്വേഷവും കൊണ്ടും.